നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി പറയട്ടെ. എല്ലാവരും ഇന്ന് വോട്ട് ചെയ്യുന്ന ഒരു ദിവസമാണ്. എല്ലാവരും അവരുടെ വോട്ടവകാശം എന്ന് പറയുന്ന നമ്മുടെ അവകാശം നിറവേറ്റിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് പോയി വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് വന്ന കാര്യം നമുക്ക് സംസാരിക്കാം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ്. മമ്മൂട്ടി ആരാധകർക്കും അതുപോലെ തന്നെ സിനിമ ആസ്വാദകർക്കും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയാണ്. ഇന്നലെ വൈകിട്ട് ഏകദേശം ഒരു 7 മണിയോടുകൂടി നെൽസൺ ഐപ്പ് എന്ന് പറയുന്ന മലയാളത്തിലെ അടുത്ത വലിയ പ്രൊഡ്യൂസർ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അത് വേറെയൊന്നുമല്ല, 50 കോടി രൂപ എന്ന മാർജിൻ മധുരരാജ കടന്നിരിക്കുന്നു. അതും വെറും 10 ദിവസം കൊണ്ട്. 10 ദിവസം കൊണ്ട് ചിത്രം നേടിയതായി പറയപ്പെടുന്നത് 58 കോടി 70 ലക്ഷം രൂപയാണ്. 58 കോടി 70 ലക്ഷം രൂപ 10 ദിവസം കൊണ്ട് ഒരു മമ്മൂട്ടി ചിത്രം കവർ ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഏറ്റവും വേഗത്തിൽ 50 കോടി നേടുന്ന ഒരു ചിത്രമായി ഇത് മാറിയിരിക്കുന്നു. മാത്രവുമല്ല, മലയാള സിനിമയിലെ ഏറ്റവും വേഗത്തിൽ 50 കോടി നേടുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇത് രണ്ടാമതായി വന്നിരിക്കുന്നു എന്നൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇതിക്ക് മുമ്പുണ്ടായിരുന്ന ചിത്രങ്ങളെല്ലാം ഇതിനേക്കാൾ കൂടുതൽ ഡേയ്സ് എടുത്തിട്ടാണ് ഇത് 50 എന്ന റേഞ്ച് കവർ ചെയ്തിരിക്കുന്നത്. 10 ദിവസം കൊണ്ട് 58 കോടി നേടി എന്ന് പറയുമ്പോൾ ഈ ചിത്രം തീർച്ചയായിട്ടും 9ാം ദിവസം തന്നെ 50 കോടിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളുടെ എല്ലാം കണക്കുകൂട്ടലുടെ കാര്യങ്ങളൊക്കെ എത്തുമ്പോഴാണ് ഈ ഒരു 2 ദിവസത്തേക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ കണക്കുകൾ വരുന്നത്. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രൊഡ്യൂസർ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട കണക്കാണ്, അല്ലാതെ അവിടെ നിന്ന് കിട്ടിയ കണക്കല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ചാൽ മതിയാവും. ഇനിയിപ്പോൾ ഇതൊരു തള്ളാണെന്ന് പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ വേറൊരു കേസിൽ ചിന്തിക്കേണ്ടത്, ഈ പ്രൊഡ്യൂസർമാർ ഇപ്പോൾ കൃത്യമായിട്ട് കണക്കുകൾ പുറത്തു വിടുന്നുണ്ട്. അതിപ്പോൾ ഈ പടത്തിൻ്റെ മാത്രമല്ല, ഏത് പടത്തിൻ്റെ, ഇപ്പോൾ ലൂസിഫറിൻ്റെ ആയാലും അതിൻ്റെ പ്രൊഡ്യൂസർമാരാണ് പുറത്തു വിടുന്നത്. അങ്ങനെയുള്ള കണക്കുകൾ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ചേ മതിയാവും. കാരണം പ്രൊഡ്യൂസർ ഒരു കണക്ക് പുറത്തു വിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അവർ പുറത്തുവിട്ട ഈ കണക്ക് കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കണക്കല്ലാതെ അവർ പുറത്തുവിടാൻ സാധ്യത കുറവാണ്. വേറൊരു കാര്യം ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇത് പ്രൊഡ്യൂസർമാർ പുറത്തുവിടുമ്പോൾ, ഔദ്യോഗികമായിട്ട് പുറത്തുവിടുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ചിലപ്പോൾ അതിൻ്റെ സംവിധായകനൊക്കെ പറയുക, അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഓരോ ആൾക്കാർ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇത് ഈ പറഞ്ഞ ഒരു കാര്യം നമുക്ക് വിശ്വാസ്യമായി യോഗ്യമായിട്ട് തോന്നാൻ സാധ്യതയില്ല. പ്രൊഡ്യൂസർ പറഞ്ഞതുകൊണ്ട് തന്നെ 58 കോടി 70 ലക്ഷം രൂപ എന്ന് പറയുന്ന ഈ കണക്ക് സത്യസന്ധമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഈ പടം റിലീസ് ചെയ്ത അന്ന് തന്നെ പറഞ്ഞതാണ്, ഈ ചിത്രം തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ ലൈഫിലെ ആദ്യത്തെ 100 കോടി രൂപ എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഇത് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഇപ്പോഴത്തെ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഈ ചിത്രം 100 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ താഴെ വന്നിട്ട് കുറേ ആളുകൾ കമൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവും, മറ്റേ പടം 100 കേടി, ഈ പടം 100 കേടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പറയുന്നവർ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. സത്യസന്ധമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ആദ്യത്തെ 100 കോടി രൂപ പടമായിരിക്കും ഇത്. അത് അറിയാവുന്നവർക്ക് അറിയാം, മമ്മൂട്ടി ആരാധകർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ചില മണ്ടന്മാർ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന കണക്കുകൾ വെച്ചിട്ട് ഇപ്പോൾ യാത്ര എന്ന് പറഞ്ഞ പടം 150 കോടി നേടിയെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ് നേടിയെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. എന്തായാലും സത്യസന്ധമായിട്ട് 100 കോടി നേടുന്ന ആദ്യത്തെ ചിത്രമായിട്ട്, മലയാളത്തിലെ മമ്മൂട്ടിയുടെ ആദ്യത്തെ ചിത്രമായിട്ട് ഈ ചിത്രം മാറും. മലയാളത്തിലെ മാത്രമല്ല, മമ്മൂട്ടിയുടെ ലൈഫിലെ ആദ്യത്തെ ചിത്രമായിട്ട് ഇത് മാറും എന്നുള്ളൊരു കാര്യം ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയുന്നു. ഞാൻ ഈ ചിത്രം വളരെയധികം എൻജോയ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിട്ടും പറയാം, ഈ ചിത്രം വളരെയധികം വലിയൊരു ഹിറ്റായിട്ട് മാറും. ഒരു പക്ഷേ ഒരു എന്താ പറയുക, ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു റിസൾട്ട് ഇനിയും വന്നുകൂടായികയില്ല. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം, എത്രത്തോളം ഈ പടം ഈ രീതിയിൽ തന്നെ കളക്ഷൻ നേടുമെന്നുള്ളത്. ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞ് 2ാമത്തെ ആഴ്ച എൻഡ് ചെയ്യുന്നു. 2ാമത്തെ ആഴ്ചയിലും ചിത്രത്തിന് തിരക്കുകൾക്കൊന്നും കുറവ് വന്നിട്ടില്ല. ഏകദേശം 70% കൂടുതൽ ഒക്യുപ്പൻസി ഇപ്പോഴും കേരളത്തിലെ പല തിയേറ്ററുകളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വളരെയധികം ഹൗസ്ഫുള്ളായിട്ട് തന്നെ നൈറ്റ് ഷോസുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടല്ല, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ചിത്രം ഒരു നല്ലൊരു ലോങ് റണ്ണ് തന്നെ പ്രതീക്ഷിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വേറൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഞാൻ കുറച്ച് വളരെയധികം തിരക്കുകളിലാണ് ഈ വരുന്ന ഒരു മാസത്തോളം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. ദയവ് ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഞാൻ നാട്ടിലുണ്ടാവത്തില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ കാരണം കൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഈ വരുന്ന ഒരു മാസം എനിക്കുണ്ടാവും. എന്നിരുന്നാലും ഞാൻ വീഡിയോസ് കൊണ്ട് വരുമെന്നുള്ളൊരു കാര്യം കൂടി ഉറപ്പ് തരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.